ഹായ് എവരിവൺ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിയൻ സമരങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളായ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, പിന്നെ റൗലറ്റ് ആക്ട്, ഇവയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം എവിടെയാണ് നടന്നത്? ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്നതാണ് എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഏതാണ്? 1917. കർഷകർ സ്വന്തം ഭൂമിയുടെ 3/20 ഭൂ ഉടമകളായി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥ വന്നു. ഈ വ്യവസ്ഥയെ പറയുന്നതാണ് തീൻ കടായി വ്യവസ്ഥ അഥവാ തിങ്കതീയ വ്യവസ്ഥ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കർഷകർ സ്വന്തം ഭൂമിയുടെ 3/20 അവർ ഭൂ ഉടമകൾക്കായിട്ട് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായി. ഈ വ്യവസ്ഥ അറിയപ്പെടുന്നത് എന്താണ്? അതാണ് തിങ്കതീയ വ്യവസ്ഥ എന്നും പറയുന്നുണ്ട്. ചിലയിടത്ത് തീൻ കടായി വ്യവസ്ഥ എന്നും കാണുന്നു. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവ് ആരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ ഈ ചമ്പാരനിലെ പ്രശ്നങ്ങളൊക്കെ ഗാന്ധിജിയെ അറിയിച്ച കർഷക നേതാവാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ ഒരു പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ കർഷകരുടെ ദുരിതം ഗാന്ധിജിയെ അറിയിച്ചത് ഇദ്ദേഹമാണ്. ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരുടെ പ്രശ്നങ്ങൾ 1916 ലക്നൗ INC സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ബ്രിജ് കിഷോർ ശർമ്മയാണ്. ആരാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൗ INC സമ്മേളനത്തിൽ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ, ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ബ്രിജ് കിഷോർ ശർമ്മയാണ്. 1916 ലക്നൗ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ AC മജുംദാർ ആയിരുന്നു. അപ്പോൾ 1916 ലക്നൗ INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു AC മജുംദാർ ആയിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് എന്നാണ്? 2017. ഇത് അതിശയോക്തിയല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. ഇത് അതിശയോക്തി അല്ല, തികച്ചും സത്യം തന്നെ. കർഷകരെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈശ്വരൻ, സത്യം, അഹിംസ എന്നിവയ്ക്ക് നേർക്കുനേർ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണർ സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? അത് ലഫ്റ്റനന്റ് ഗവർണർ സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. ഈ കമ്മീഷനിൽ ഗാന്ധിജിയും ഒരു അംഗമായിരുന്നു. കമ്മീഷൻ്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ കമ്മീഷൻ്റെ റിപ്പോർട്ട് ചമ്പാരനിലെ സമരാനുകൂലികൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ഇതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി എന്നിവർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ചമ്പാരനിൽ എത്തുന്നു. നമ്മുടെ രാജേന്ദ്ര പ്രസാദും JB കൃപലാനി തുടങ്ങിയ ദേശീയ നേതാക്കൾ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ചമ്പാരനിൽ എത്തി ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം 1917. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃപരമായി വഹിച്ച ആദ്യ സമരം, ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സമരം, ഇതെല്ലാമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. അടുത്തത് അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ അഥവാ അനസൂയ സാരാഭായി. അപ്പോൾ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ചത് ആരാണ്? അത് അനസൂയ ബഹനാണ്. 1917 അഹമ്മദാബാദിൽ
അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരുടെ മരണത്തിനിടയാക്കി. ഈ അവസരത്തിൽ തുണിമില്ലിലെ തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാൻ അവരുടെ ശമ്പളത്തിൽ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മാറി ഈ ആനുകൂല്യം നിർത്തലാക്കിയതോടെ തൊഴിലാളികൾ സമരത്തിനിറങ്ങുന്നു. ഇതാണ് അഹമ്മദാബാദിലെ മിൽ സമരത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് അവർ സമരം ശക്തമാക്കി. 20% വേതന വർധനവ് നൽകണമെന്ന് ഫാക്ടറി സമ്മതിക്കുന്നു. സമരം ഏകദേശം 21 ദിവസമാണ് നീണ്ടുനിന്നത്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം നീണ്ടുനിന്നത് 21 ദിവസമാണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. സമരം ജയിക്കാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ ചില വ്യവസ്ഥകളുണ്ട്. 1. അക്രമം പാടില്ല. 2. കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. 3. ആയുധം ഉപയോഗിക്കരുത്. 4. വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും ചെയ്യണം. അപ്പം ഈ സമരം ജയിക്കാനായിട്ട് ഗാന്ധിജി തൊഴിലാളികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അതാണ് 1. അക്രമം പാടില്ല. 2. കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. 3. ആയുധം ഉപയോഗിക്കരുത്. 4. വിജയം വരെ സമരത്തിൽ അടിയുറച്ചു നിൽക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും ചെയ്യണം. സമരത്തിൻ്റെ സന്ധി സംഭാഷണങ്ങൾക്ക് അന്ന് വേദിയായിരുന്നത് അനസൂയ ബഹൻ്റെ വീടായിരുന്നു. അപ്പോൾ അന്ന് ഗാന്ധിജിയുടെ ഈ സന്ധി സംഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾക്ക് വേദിയായത് അനസൂയ ബഹൻ്റെ വീടായിരുന്നു. ആരാണ് അനസൂയ ബഹൻ? ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗാന്ധിജിയെ അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ. അടുത്തതാണ് ഖേദ സമരം 1918. ഖേദയിലെ കർഷകർ വരൾച്ച മൂലം വൻ കൃഷിനാശം നേരിടുകയുണ്ടായി. സാധാരണ വിളവിനേക്കാളും 1/4 കിട്ടിയാൽ നികുതി കുറയ്ക്കും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് കർഷകർ ഭൂനികുതിയിൽ ഇളവ് ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെൻറ് അത് നൽകാൻ തയ്യാറായില്ല. അപ്പോൾ ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്നതുവരെ നികുതി നിഷേധിക്കാൻ കർഷകരോട് ഗാന്ധിജി ആവശ്യപ്പെടുന്നു. അപ്പോൾ നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടതാണ് ഖേദ സമരം 1918. ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സമരമായിരുന്നു ഖേദ സമരം. ആദ്യത്തേത് ഏതാണ്? അത് നമ്മുടെ അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു. അതും 1918 തന്നെയാണ്. ഖേദ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനാണ് മോഹൻലാൽ പാണ്ഡ്യ. ഖേദ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകൻ ആരാണ്? അത് മോഹൻലാൽ പാണ്ഡ്യയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നികുതി നിഷേധ സമരമാണ് ഖേദ സമരം. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായ വ്യക്തിയാണ് വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായത് വല്ലഭായ് പട്ടേൽ. ബ്രിട്ടീഷ് ഗവൺമെന്റ് കർഷകരെ അടിച്ചമർത്തുന്ന നയം സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥർ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും ചെയ്തു. ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഗാന്ധിജിയുടെ സഹപ്രവർത്തകനായിരുന്ന മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്നും ഉള്ളി നീക്കം ചെയ്യുന്നു. ഈ സംഭവത്തിന് ശേഷം മോഹൻലാൽ പാണ്ഡ്യയെ അറസ്റ്റ് ചെയ്യുകയും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഉള്ളിക്കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഗാന്ധിജിയോടൊപ്പം വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നി എന്നിവർ ഈ ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. ഇതിനെ തുടർന്ന് 2 വർഷത്തേക്ക് നികുതി പിരിക്കില്ല എന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഖേദ സമരത്തിന് നേതൃത്വം നൽകിയത് ഗുജറാത്ത് സഭയാണ്. ഈ ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആരാണ്? അത് ഗാന്ധിജിയാണ്. ഖേദ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് നമ്മൾ റൗലറ്റ് നിയമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1919 അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം എന്നും റൗലറ്റ് നിയമം അറിയപ്പെടുന്നു. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനായിരുന്നു സർ സിഡ്നി റൗലറ്റ്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷന്റെ തലവനാണ് സർ സിഡ്നി റൗലറ്റ്. റൗലറ്റ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി പാസാക്കിയ നിയമം
നിയമമാണ് റൗലറ്റ് നിയമം. അപ്പോൾ ഈ സർ സിഡ്നി റൗലറ്റ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾക്ക് അനുസൃതമായി പാസാക്കിയ നിയമമായിരുന്നു റൗലറ്റ് നിയമം. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്നതിന് നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം പാസാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു സർ സിഡ്നി റൗലറ്റ്. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919 മാർച്ച് 10 ഈ നിയമത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൗലറ്റ് നിയമം നിലവിൽ വന്നതെന്ന 1919 മാർച്ച് 10. ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാതെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം 2 വർഷം വരെ. റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാം 2 വർഷം വരെ. ഏതു സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചു. ഈ നിയമം വഴി പ്രാദേശിക ഗവർണർമാർക്ക് വിപുലമായ അധികാരങ്ങൾ ലഭിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഹേബിയസ് കോർപ്പസും ഇതുവഴി നിരോധിക്കുന്നു. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. അപ്പോൾ റൗലറ്റ് നിയമത്തിൻ്റെ പ്രത്യേകതകളാണ്: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാം. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകി. പ്രാദേശിക ഗവർണർമാർക്ക് വിപുലമായ അധികാരങ്ങൾ ലഭിക്കുന്നു. കോടതി വിധിക്കെതിരെ അപ്പീല് നിഷേധിക്കാം. ഹേബിയസ് കോർപ്പസ് നിരോധിക്കുന്നു. പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താനും റൗലറ്റ് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇതിനെതിരായിട്ട് റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള ഹർത്താൽ ആഹ്വാനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവാണ്. റൗലറ്റ് നിയമത്തിനെതിരായ ഹർത്താൽ ആഹ്വാനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാല്, സെയ്ഫുദ്ദീൻ കിച്ലു. ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് 1919 ഏപ്രിൽ 10. 1919 ഏപ്രിൽ 10 അക്രമാസക്തമായ ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് ജനറൽ റെജിനാൾഡ് ഡയർ ആയിരുന്നു. ക്രിമിനൽ ശിക്ഷാ നിയമം 144 പ്രകാരം ജനറൽ ഡയർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് 1919 ഏപ്രിൽ 11. ഈ നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് കരി നിയമം എന്നാണ്. അപ്പോൾ ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്യുന്നു 1919 ഏപ്രിൽ 10. ഇതിനെതിരെ ജനങ്ങൾ അക്രമാസക്തമായി അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു. നഗരത്തിൻ്റെ നിയന്ത്രണം ആ സമയം അവിടുത്തെ ജനറൽ റെജിനാൾഡ് ഡയർ ഏറ്റെടുക്കുകയും അവിടെ അദ്ദേഹം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു 1919 ഏപ്രിൽ 11. ഈ നിയമത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് കരി നിയമം എന്നാണ്. ഗാന്ധിജി റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഒരേ ഒരു ഇന്ത്യക്കാരനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ്? മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സംഭവം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കാരണമായ സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഗാന്ധിയൻ സമരങ്ങളെക്കുറിച്ചും റൗലറ്റ് നിയമത്തെക്കുറിച്ചുമാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഗാന്ധിയൻ സമരങ്ങൾ എന്ന് തന്നെ നമുക്കൊരു ഭാഗം പഠിക്കാനുണ്ട് PSC പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. ഈ പോയിൻറ്റ്സ് പഠിച്ചാൽ മതി നമുക്ക് ഇവിടുന്ന് മാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.